ഞാനിപ്പോൾ നിൽക്കുന്നത് മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ തിരുവനന്തപുരം ജില്ലയിലെ റസൽപുരം എന്ന സ്ഥലത്താണ്. രാവെന്നില്ല പകലൊന്നുമില്ലാതെ ഇവിടെ മോഷണ പരമ്പര അരങ്ങേറുകയാണ്. ഡയമണ്ട് ഉൾപ്പെടെ 10 പവന്റെ ആഭരണവും 12,000 രൂപയാണ് കളവ് പോയത്. കള്ളന്മാർ ഈ ഇതിലെയാണ് കയറി വന്ന് ഈ വാതിൽ പൊളിച്ച് അകത്ത് കയറിയെന്ന് പറയുന്നത്. അവരെല്ലാം ടൂൾസുമായിട്ട് വന്ന് അലമാരയിലൊന്നും ഇല്ലായിരുന്നു, എല്ലാം വെട്ടി പൊളിച്ച് നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങാൻ തന്നെ, കല്യാണത്തിന് എന്തെങ്കിലും പോകാൻ തന്നെ പേടിയാണ്. വീടൊന്ന് പൂട്ടി പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇവിടുത്തെ പോലീസുകാരാവട്ടെ പ്രതികളെ കണ്ടെത്താനാവാതെ അവർ ഇരുട്ടിൽ തപ്പുകയാണ്. 1 വർഷവും 3 മാസമായി ഇതുവരെ എനിക്കൊരു തെളിവ് കിട്ടിയിട്ടില്ല. പോലീസ് ഒരാളെ കൊണ്ടുവന്നു, പക്ഷേ കൊണ്ടുവന്നെങ്കിലും പുള്ളിക്ക് മെന്റൽ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. കഥകളെല്ലാം ഡോറെല്ലാം പാര കൊണ്ട് കുത്തിപ്പൊട്ടിച്ച്, അലമാരെല്ലാം കുത്തിപ്പൊട്ടിച്ച് സ്വർണ്ണമെല്ലാം എടുത്തിട്ട് പോയിരിക്കുന്നു. 15 പവന്റെ സ്വർണവും 5,000 രൂപയാണ് മോഷണം പറ്റി വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുള്ളത്. പോലീസ് സ്ഥലപ്പെടുത്തോണ്ട് പോയി. പിന്നെ ഇതുവരെ ഒരു വിവരവും അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഓർണമെൻറ്റ്സ് എന്തായി എന്നൊന്നും ഇതുവരെ പോലീസിൽ നിന്ന് ഒരു വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. നമുക്കൊരു നീതി വേണ്ടേ? ഇപ്പോൾ തന്നെ സ്വർണത്തിന് എന്താ വില? എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയത് ഇത്രയും സ്വർണം. 10ഓളം കേസ് കിട്ടായി. ഇങ്ങനെ 10ഓളം വീടുകൾ ഇറങ്ങിക്കയറിയിട്ടും ഇതിനൊരു തുമ്പ് ഇതുവരെ കിട്ടിയില്ല. മോഷണം നടന്ന വീടുകളിലേക്ക് നമുക്കൊന്ന് പോകാം. മോഷണം ചെയ്യാൻ വേണ്ടി ഈ വാതിൽ ഇടിച്ച് പൊളിച്ചതിന് ശേഷം, അവർ പോയതിന് ശേഷം ഈ വാതിൽ ഞാൻ പുതിയതായിട്ടിട്ട് ഈ പണി ചെയ്തതാണ്. ഈ റോഡേ വന്നിട്ടാണ് ഈ പോസ്റ്റിൻ്റെ ഇതിലെ വന്നു. ആ ബാക്ക് സൈഡിൽ കൂടെ ഈ വീട്ടിനകത്ത് കയറി. ഇതിലെയാണ് കയറി വന്ന് ഈ വാതിൽ പൊളിച്ച് അകത്ത് കയറിയെന്ന് പറയുന്നു. ഈ പൊളിച്ച് ഇട്ടതിന് ശേഷം ഞാൻ പണി ചെയ്തെടുത്തതാണ്. അതും ഇത്രയും സുരക്ഷിതമായിട്ട് ചെയ്ത് എനിക്ക് 20,000 രൂപ എൻ്റെ കയ്യിൽ നിന്നായി. ഞങ്ങൾ ആശുപത്രിയിലും ചിത്ര ആശുപത്രിയിൽ എനിക്ക് അറ്റാക്കിൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടി പോയിരുന്നു. അതിൻ്റെ 3ൻ്റെ അന്ന് ഞങ്ങളിവിടെ വൈകുന്നേരം 7:30 മണിയാകുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ വീടെല്ലാം അടിച്ചു പൊട്ടിച്ച്, ഒരകത്ത് കയറി അലമാരയെല്ലാം അടിച്ചു പൊട്ടിച്ച്, എന്നെ 3 മോതിരവും ഒരു ചപ്പ ഏലസും അതിൽ 2 ലാക്കറ്റ്, പിന്നെ അലമാരയിലിരുന്ന 20,000 രൂപയും, പിന്നെ ഒരു ചെറിയ മൊബൈലും, ഇത്രയും എടുത്തുകൊണ്ട് ഇവർ പോയി. അത് ഞാൻ മാർന്നല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഉടനെ തന്നെ അറിയിച്ച് അവർ വന്ന് പ്രിങ്കപ്പിൻ്റെ എടുത്ത് ബാക്കി കാര്യങ്ങൾ. പക്ഷേ 1 വർഷവും 3 മാസമായി ഇതുവരെ എനിക്കൊരു തെളിവ് കിട്ടിയിട്ടില്ല. പോലീസ് ഒരാളെ കൊണ്ടുവന്നു, പക്ഷേ കൊണ്ടുവന്നെങ്കിലും പുള്ളിക്ക് മെന്റൽ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പിന്നെ വേറെ ഒന്നും അറിയില്ല. ഞാൻ ഇതിൻ്റെ മേളിൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ മോഷണത്തിന് ശേഷം എല്ലാവരും പറഞ്ഞു CCTV വാങ്ങിച്ചു പോയി, അപ്പോൾ വളരെ സുരക്ഷിതമായിരിക്കും, നമുക്ക് വീണ്ടും ഇത്രയും മോഷണങ്ങൾ നടന്നില്ല. അങ്ങനെ ഞാൻ കടം വാങ്ങിച്ചാണ് 35,000 രൂപ എനിക്ക് വാങ്ങിച്ചു വെച്ചത്. ആ കടം ഇതുവരെ എനിക്ക് തീർത്തിട്ടില്ല. എല്ലാ വീടുകളിലും വാങ്ങിച്ച് വെച്ച വീടുകളുമുണ്ട്, വയ്ക്കുന്നുമുണ്ട്. റോഡേ പോയാൽ ഈ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന CCTV കാണുമായിട്ട് മറ്റൊരു കാടൊക്കെ കയറി കിടക്കുന്ന സ്ഥലത്തൂടെയാണ് മറ്റൊരു വീട്ടിൽ കയറി. 10ഓളം കേസ് കെട്ടായി. ഈ 10ഓളം കേസ് കെട്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തതുണ്ട്, ചെയ്തതുണ്ട്. ഇങ്ങനെ 10ഓളം വീടുകൾ ഇറങ്ങിക്കയറിയിട്ടും ഇതിനൊരു തുമ്പ് ഇതുവരെ കിട്ടിയില്ല. മോഷണം നടന്ന 2ാമത്തെ വീട്ടിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയായിട്ട് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ അമ്മയ്ക്കൊരു ഓപ്പറേഷൻ ആയിരുന്നു അന്ന്. അപ്പം ഞാനാണ് കൂട്ട് നിന്നിരുന്നത്. അന്ന് അമ്മയ്ക്ക് ആദ്യത്തെ കാലിൻ്റെ ഓപ്പറേഷൻ്റെ അന്നാണ് ഇവിടെ മോഷണം നടന്നത്. അന്ന് ഞങ്ങളാരും വീട്ടിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ അന്ന് ഡ്യൂട്ടിക്ക് RCCയിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് അന്നാണ് മോഷണം നടന്നത്. അതറിഞ്ഞു വെച്ചാണ് കയറിയെന്നാണ് ഞങ്ങളുടെ സംശയം. അന്ന് മുകളിൽ തന്നെ ഞങ്ങളുടെ റൂം മേളിലാണ്. അവിടുത്തെ മേളിൻ്റെ ഓപ്പൺ ടെറസിലെ കതക് 2ഉം കുറ്റി 2ഉം പൊളിച്ചിട്ട് അകത്ത് കയറി. ഞങ്ങളുടെ റൂം ഞാൻ താക്കോലിട്ടാണ് ലോക്ക് ചെയ്തത്. പക്ഷെ അതും കുത്തി പൊളിച്ചിട്ട് അലമാരി ഞാൻ താക്കോലിട്ട് പൂട്ടി എൻ്റെ കയ്യിൽ തന്നെയാണ് താക്കോൽ വെച്ചിരുന്നത്. അതെല്ലാം കുത്തി പൊളിച്ചാണ് കള്ളനകത്ത് കയറിയത്. എൻ്റെ ഡയമണ്ട് ഉൾപ്പെടെ 10 പവന്റെ ആഭരണവും 12,000 രൂപയാണ് കളവ് പോയത്. ഇതാണ് കള്ളൻ അന്ന് തല്ലി തുറന്ന കതക്. ഇത് ഓപ്പൺ ടെറസാണ് അപ്പുറത്ത്. അപ്പം അതിനുശേഷം നമ്മൾ പട്ട വെച്ച് ഒരു കൊളുത്ത് വെച്ച് ഇതാക്കിയതാണ്. ഈ 2 മുകളിലത്തെ 2 കൊളുത്തുകളാണ് തള്ളി തുറന്ന് അകത്ത് കയറി വന്നത്. തന്നെ പോലീസ് വന്നിരുന്ന് അച്ഛനാണ് വിളിച്ചത്. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അച്ഛനായിരുന്നു വിളിച്ച് പറഞ്ഞ് ഇതുപോലെ പോലീസ് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം അച്ഛൻ ത്രൂ ആയിരുന്നു. പിന്നെ പോലീസ് തന്നെ വിളിക്കുക, എന്നെ തെളിവെടുപ്പ് നടത്തുകയും എല്ലാം ഫോൺ ത്രൂ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഈ കഴിഞ്ഞ 24-ാം തീയതി
ജനുവരി 24-ാം തീയതി. പിന്നെ അയാളെ കൊണ്ട് തന്നെ തെളിവെടുപ്പിന് വന്നായിരുന്നു. പോലീസ് തെളിവെടുത്തുകൊണ്ട് പോയി. പിന്നെ ഇതുവരെ ഒരു വിവരവും അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഓർണമെൻറ്റ്സ് എന്തായി എന്നൊന്നും ഇതുവരെ പോലീസിൽ നിന്ന് ഒരു വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. ഇത്രയും മോശം നടന്നിട്ടും ഇപ്പം നമ്മുടെ വീട്ടിൽ കയറിപ്പാണ് കള്ളനെ ഒരാളെ കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ എന്നിട്ടും പോലീസിൻ്റെ സൈഡിൽ നിന്ന് ആ ഓർണമെൻറ്റ്സ് ഒക്കെ എന്ത് പോയി, കളവ് പോയത് എവിടെ പോയെന്നൊന്നും പോലും നമുക്കൊരു മറുപടി കിട്ടുന്നില്ല. കഥകളെല്ലാം ഡോറെല്ലാം പാര കൊണ്ട് കുത്തിപ്പൊട്ടിച്ച് മോളുടെ അലമാരെല്ലാം കുത്തിപ്പൊട്ടിച്ച് സ്വർണ്ണമെല്ലാം എടുത്തിട്ട് പോയിരിക്കുന്നു. കിച്ചണിൽ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായിരുന്നു, അതിനെ എടുത്തിട്ട് റൂമിൻ്റെ വെളിയിൽ ഓപ്പൺ ടെറസിലെല്ലാം വിതറിയിട്ട് ആ കാട്ടിനകത്തൂടെയാണ് അവർ പോയിരിക്കുന്നതായിട്ട് അവിടെ മൊത്തം വിതറി അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ടായിരുന്നു. 2023 ഒക്ടോബറിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് പുറത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ 24 സെപ്റ്റംബറിലാണ് വർക്ക് ചെയ്യാൻ പോയത്. ചേട്ടൻ തികച്ചൊന്നും ഇട്ടിട്ട് പോലുമില്ല ഞങ്ങളുടെ വെഡിങ് റിങ്. അതും ഉൾപ്പെടെയാണ് കള്ളം കൊണ്ടുപോയത്. ചേട്ടൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് അത് ഒരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് വെച്ച് അവിടെ നിന്നും കളവ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ സൂക്ഷിക്കാൻ വെച്ചിരുന്നത്. അതും വരെ കള്ളം കൊണ്ടുപോയി. വലിയ സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു ഒരു വർഷം പോലും തേച്ചിട്ടിട്ടില്ല ചേട്ടൻ കയ്യിൽ മോതിരം. കുറച്ച് അപ്പുറത്തോട്ടുള്ള വീട്ടിലൊക്കെ പകലാണ് കയറിയെന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം ഒരിടത്തും വീട് പൂട്ടി ഒരിടത്തും പോകാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായി. നമുക്കൊരു നീതി വേണ്ടേ? ഇപ്പം തന്നെ സ്വർണത്തിന് എന്താ വില? എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയത് ഇത്രയും സ്വർണം. അത് കിട്ടണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അതിന് മറുപടി പോലീസ് തന്നേ പറ്റൂ. മോഷണം നടന്ന മൂന്നാമത്തെ വീട്ടിലോട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അപ്പം മോളുടെ കല്യാണ സമയമായിരുന്നു. അപ്പം നമ്മൾ വീട് പൂട്ടിയിട്ട് തിരുവനന്തപുരത്ത് സാധനങ്ങളൊക്കെ വെക്കാൻ പോയിരുന്നു. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ പൂട്ടി, തിരികെ വരുമ്പോൾ രാത്രി 10 മണിയായി. അപ്പോൾ രാത്രി 10 മണിക്ക് വീട് തുറക്കുമ്പോഴാണ് ഫ്രണ്ട് തുറന്ന് ഉള്ളിൽ കയറുമ്പോഴാണ് മോഷണം നടന്നതായിട്ട് അറിയുന്നത്. പക്ഷേ ബാക്ക് വഴി കുത്തി തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. ബാക്ക് വഴി അടിച്ച് പൊട്ടിച്ച് കയറുന്നകത്ത് കയറി 3 കഥവും പൊട്ടിച്ച്, പിന്നെ അലമാരകളും എല്ലാം അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ കിടന്ന സാധനങ്ങളെല്ലാം വാരി പുറത്തെറിഞ്ഞ് അവിടെ നിന്നൊരു നമുക്കെല്ലാം കൂടെ ഒരു 5 പവൻ്റെ സ്വർണ്ണവും 5000 രൂപ മോഷണം പോയി. അപ്പോൾ അവർ പറയണത് വെച്ചാൽ ഇതൊരു ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ മറ്റ് 2 പേര് പറയണില്ല. 2 പേരുണ്ട്. അവരും പറയുന്നത് 2 പേരുണ്ട്, പ്രായപൂർത്തിയായില്ലെന്നാണ് പറയണത്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള പയ്യന്മാർ. അപ്പോൾ അവരെ പിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പിടിച്ചവൻ തെളിച്ച് പറയണില്ല. ചിലപ്പം പറയും എടുത്ത്, ചിലപ്പോൾ എടുത്തില്ല. ഒരു മെൻറ്റിൽ പോലെയാണ് അവൻ പറയണത്. അപ്പോൾ അവൻ്റെ വിശ്വാസം അന്ന് വരണില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഈ അലമാരയും കുത്തിപ്പൊട്ടിച്ചിട്ട് ഇതിനകത്ത് മൊത്തം സാധനങ്ങൾ വാരി പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് ഇവിടെ കണ്ട കുത്തിപ്പൊട്ടിച്ചിട്ടാണ് ഉള്ളിൽ കയറിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നാശനഷ്ടം തന്നെ നമ്മൾ കഥകൾ തന്നെ പണി ചെയ്തതിൽ തന്നെ കുറഞ്ഞ 10,000-20,000 മുടക്കിയിട്ടാണ് നമ്മളത് കഥവിൻ്റെ ഡോറിൻ്റെ മൊത്തം പണി തീർത്തത്. നമുക്കിപ്പോൾ അറിയേണ്ടത്, നമുക്ക് എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചിട്ട് നമുക്ക് ഈ സ്വർണം തിരിച്ച് കിട്ടേണ്ട ഏർപ്പാട് നമ്മൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുന്നത്, കയറി പരാതിപ്പെടുന്നത്. അത് പോലീസ് പറയണത് നോക്കാം പറയണതല്ലാതെ ഒന്നും അതിന് മറുപടി പറയണില്ല അവർ. ഒന്നരാഴ്ച ആളില്ലായിരുന്നപ്പോൾ വീട്ടിൽ കയറി. പിന്നെ ആരാണ് എന്താണെന്നൊന്നും പറയാൻ ഒക്കില്ല. പട്ടി ഇതുമൊക്കെ വന്ന്, എന്നിട്ടും ഒരു രക്ഷയില്ല. പട്ടി വന്ന് ഇതേപോലെ ഓടി, കുറേ ദൂരമൊക്കെ ഓടിയിട്ട് പട്ടി അങ്ങ് റോഡിൽ പോയി. അപ്പോഴും ഇതേപോലെ കൈയടയാളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിടികിട്ടുന്ന കാര്യം പാടാണെന്ന് പറഞ്ഞ് പോയി. കമ്പിപ്പാര, ഈ തേങ്ങ ഒതിക്കുന്ന പാര, വേറെ ഈ സാധനങ്ങൾ, അവരെല്ലാ ടൂൾസുമായിട്ട് വന്ന് അകത്ത് ഒരു ഉപ്പ് ചിരട്ട ഉണ്ടെങ്കിൽ അതുവരെ മൊത്തം നോക്കിയിട്ടാണ് പോയത്. കാര്യം ഇവർക്ക് ഈ കല്യാണത്തിനൊക്കെ കിട്ടിയ പ്രസൻറ്റേഷൻ കിട്ടിയ സ്വർണത്തിൻ്റെ കവറെല്ലാം നൂത്ത് എല്ലാം തുറന്ന് നോക്കി വെച്ചിട്ട്, ഇത് പിന്നെ ഈ കട്ടിൻ്റെ അടിയിലൊരു ആരും മൈൻഡ് ചെയ്യാത്ത ഒരു ബാഗിലാണ് അങ്ങ് അടിയറ്റത്തിട്ടത്. അതാണ് അലമാരയിലൊന്നും ഇല്ലായിരുന്നു, എല്ലാം വെട്ടിപ്പൊളിച്ച് നോക്കിയിട്ടുണ്ട്. അലമാര മൊത്തമായിട്ട് വെട്ടിപ്പൊളിച്ച് അത് തന്നെ നമ്മൾ അത് എല്ലാം പണി ചെയ്തപ്പോഴും തന്നെ ഒരു സംഖ്യയായി. ഫ്രണ്ട് ഡോറൊന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ ബാക്കിൽ കൂടെയാണ് കയറിയതും. അകത്ത് മുറികളിലെല്ലായിടവും കയറി അവർ മൊത്തം നോക്കി. നഷ്ടപ്പെട്ട വസ്തുക്കൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഇവരുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാവണമെങ്കിൽ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചേ മതിയാവും.